ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എനിക്ക് കിട്ടിയ റിസൾട്ട് പിന്നെ സ്വന്തം വീട്ടിൽ തന്നെയാണ്. എൻ്റെ ഹസ്ബൻഡിനാണ് ഇപ്പൊ അടുത്ത് കിട്ടിയ റിസൾട്ടാണ്. ഒരുപാട് നാളായി കാല് വേദന, ഇടത് കാലാണ് വേദന. ഇടത് കാല് ഇങ്ങനെ കുറച്ച് നടക്കുമ്പോൾ കാലിങ്ങ് തളർന്നു പോവും. കൈ കാലിന്റെ മുട്ടുമ്മൽ ഇങ്ങനെ വെച്ച് ഇരിക്കുകയാണ് ചെയ്യാറുള്ളത്. വലത് കാല്, ഇടത് കാലല്ല വലത് കാല്. അപ്പോ പിന്നെ കാലിങ്ങനെ ഇങ്ങനെ കൈ വെച്ചിട്ട് അവിടെ ഇരിക്കും. അവിടെ കുറെ സമയം ഇരിക്കുമ്പോഴാണ് പിന്നെ എഴുന്നേറ്റ് നടക്കുക. അങ്ങനെ ഞങ്ങള് മക്കളൊക്കെ പറഞ്ഞ് ഡോക്ടറെ കാണിക്കണം, എന്തായാലും കാണിക്കണം എന്നാണ്. ചാമ്പിത്തേലൊക്കെ പറ്റി കൊടുക്കലുണ്ടായിരുന്നു ഞാന്. അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് സർജനെ കാണിക്കണം എന്ന്. അപ്പൊ സർജനെ കാണിക്കേണ്ടെന്ന് ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്ത് ചെയ്ത്, സർജനെ കാണിക്കാഞ്ഞിട്ട് മക്കളെല്ലാം എന്നെ ചീത്ത പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ സർജനെ കാണിക്കില്ല, ഇനി ഡോക്ടറെ അടുത്ത് പോകില്ല എന്ന് പറഞ്ഞു. പിന്നെയും ചാമ്പിത്തേലും തന്നെ ഉപയോഗിച്ചു, നമ്മുടെ ചികിത്സാ രീതി ഉണ്ടല്ലോ അത് തന്നെ ഉപയോഗിച്ചു. പിന്നെ വെൽഹാർട്ട് കഴിക്കുന്നുണ്ടായിരുന്നു ഒരു നേരം. ഇപ്പൊ 2 നേരം വെൽഹാർട്ട് കഴിച്ചു തുടങ്ങി. പിന്നെ നോവേദന ക്യാപ്സ്യൂളും 2 നേരം കഴിച്ചു തുടങ്ങി. ഇപ്പോ ഒരു 2 ദിവസം കഴിച്ചപ്പോൾ തന്നെ അപാര റിസൾട്ട് വന്നു, വേദന മാറി തുടങ്ങി. അതിനോടൊപ്പം തന്നെ എക്സസൈസും ചെയ്യുന്നുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ഒരുപാട് എക്സസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു, കുറച്ച് നടക്കും. അങ്ങനെയൊക്കെ ഞാൻ നിർബന്ധിപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്ത് ഈ ക്യാപ്സ്യൂളും കഴിച്ച് 2 ദിനം വെൽഹാർട്ടും പിന്നെ പിന്നെ നോവേദന ക്യാപ്സ്യൂളും കഴിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോ കംപ്ലീറ്റ് മാറി. ഇപ്പൊ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ മക്കൾ പറയായിരുന്നു സർജനെ എന്തായാലും കാണിക്കണം, കാണിച്ചിട്ടത് എന്താന്നുള്ളത് കണ്ടെത്തിയിട്ട് ബ്ലഡ് ക്ലോട്ട് ആവുന്നതാണ്, അതിനെന്തായാലും സർജറി വേണമെന്നാണ് അവരൊക്കെ പറയാറുണ്ടായിരുന്നത്. പക്ഷെ അത് ദൈവത്തിന്റെ സഹായം കൊണ്ട് നമ്മുടെ ഈ പ്രൊഡക്റ്റ് കൊണ്ട്, ദൈവത്തിന്റെ ഒപ്പുവെച്ച പ്രൊഡക്റ്റ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് മാറി. ഇപ്പൊ സൂപ്പർ ആയിട്ട് നടക്കുന്നുണ്ട്. കാലിന് വേദനയില്ല, ഓടാനും പറ്റുന്നുണ്ട്, എല്ലാ ജോലി എടുക്കാനും പറ്റുന്നുണ്ട്, എല്ലാം പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അത് ബെൽഹാർട്ട് 2 നേരം കഴിച്ചു, നോവേദന ക്യാപ്സ്യൂളും കഴിച്ചു. അതുകൊണ്ട് തന്നെ മാറി എന്ന് തന്നെ പറയാം. ഓക്കെ. പിന്നെ വേറെ റിസൾട്ട് എനിക്കുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ്. അവളോട് കുറെ കാലമായി ഞാൻ പറയുന്നു, കുറെ മാസങ്ങളായി പറയുന്നു. അവളുടെ ഈ ഒരു വലത്തെ കൈ മരവിപ്പാണ്. എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ കയ്യിന്ന് ഇത് നമ്മളിപ്പോ ഒരു അടുപ്പത്തൊക്കെ അങ്ങനെ ഇതൊക്കെ പാചകം ചെയ്യൂലേ, അപ്പൊ അടുപ്പത്തുനിന്ന് ഇങ്ങനെ പാത്രങ്ങളൊക്കെ വാങ്ങുമ്പോൾ കയ്യിൽ നിന്ന് താഴെ വീണ് പോന്നു, ഉടഞ്ഞു പോന്നു. അപ്പൊ അവക്ക് ഭയങ്കര മാനസിക വിഷമായി. കുറേ ഡോക്ടർമാരെ കാണിച്ചു, അലോപ്പതിയൊക്കെ കാണിച്ചു, ഹോമിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, വടകര ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് അവളെ കണ്ടുമുട്ടിയത്. അപ്പൊ ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു മോളി എനിക്ക് കൈക്ക് ഭയങ്കര വേദന, മരവിപ്പാണ്, ഇത് ഡോക്ടർ പറഞ്ഞത് സർജറി ചെയ്യണം എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു സർജറി ചെയ്യാന് നീ അവിടെ നിൽക്ക്, സർജറി ഇപ്പം ചെയ്യല, ഞാൻ ഒരു ദിവസം വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹസ്ബൻഡ് വീട്ടിൽ പോയി ഇപ്പൊ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അന്നേരം അവർ ചോദിച്ചത് എന്തെങ്കിലും ദോഷം ചെയ്യുമോ? ഞാൻ പറഞ്ഞു ഒരു ദോഷവും ചെയ്യില്ല, നിങ്ങൾ കഴിച്ചോ, എനിക്ക് റിസൾട്ട് വന്നിട്ടുണ്ട്, എന്റെ ഹസ്ബൻഡിന് റിസൾട്ട് വന്നിട്ടുള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾ കഴിച്ചു നോക്ക് എന്നിട്ട് പറയാന്ന് പറഞ്ഞു. അപ്പൊ ഞാന് എന്താ പറയാ, എന്തായാലും ഇത് മാറും എന്നുള്ള ഉറപ്പ് കൊടുത്തു. അന്ന് തന്നെ എന്റെ ബാഗിൽ ഉണ്ടായിരുന്നു വെൽഹാർട്ട് ഉണ്ടായിരുന്നു. വെൽഹാർട്ട് ധൈര്യമായിട്ട് കഴിച്ചോ, ഞാനല്ലേ പറയുന്നത്, എന്റെ ഫ്രണ്ട് അല്ലേ, ഞങ്ങൾ 4 കൊല്ലം ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചവരുമാണ്. അപ്പോ അവൾ എന്റെ ഒരു വിശ്വാസം വരെ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങി, വെൽഹാർട്ട് വാങ്ങി, അന്ന് തന്നെ കഴിക്കാൻ തുടങ്ങി. 2 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ വിളിച്ചപ്പം പറഞ്ഞ മോളി ഞാൻ ഉറങ്ങി. പിന്നെ രാത്രി ഉറങ്ങാറില്ലായിരുന്നു. പാതിരാത്രിക്ക് എഴുന്നേറ്റിട്ട് അവൾ എന്ത്, ഹസ്ബൻഡ് എഴുന്നേക്കും, മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ടാണ് ഇങ്ങനെ കൈ ഇങ്ങനെ തടവി കൊടുക്കും. എന്നിട്ട് മന്ത്രങ്ങളൊക്കെ ചൊല്ലി അങ്ങനെ അവൾ അങ്ങ് മയങ്ങിപ്പോവും, ഉറങ്ങുമല്ല മയങ്ങിപ്പോവും. അത്രയ്ക്കും വേദനയായിരുന്നു, ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പൊ ഈ 3 ദിവസം കഴിച്ചപ്പോ ഈ വെൽഹാർട്ട് 3 ദിവസം, ഞാൻ പറഞ്ഞു 2 നേരം കഴിക്കണം എന്ന് പറഞ്ഞു. 3 ദിവസം കഴിച്ചപ്പോ അപാര റിസൾട്ട്. എന്നോട് പറഞ്ഞു മോളി ഞാൻ ഉറങ്ങുന്നുണ്ട്, കാലങ്ങളായി ഞാൻ ഉറങ്ങാത്തത്, ഞെട്ടി ഉണർന്ന് കരയുകയാണ്, അപ്പോ ഞാന് ഉറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം പിന്നെ അവള് പറഞ്ഞു ഞാൻ ഇതിൽ എന്തായാലും വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഐഡിയ എടുത്തിട്ട് 2-3 ദിവസമായി ഐഡിയ എടുത്തിട്ട് ഈ വ്യാഴാഴ്ച നമ്മുടെ GTS-ലും പിന്നെ സഹൃദയ ഓഡിറ്റോറിയത്തിൽ, കുറ്റിയാടി സഹൃദയ ഓഡിറ്റോറിയത്തില് പിന്നെ GTS-ലും വന്നിട്ടുണ്ട്. പക്ഷെ അവളെന്തോ വൈകിപ്പോയി. റിവ്യൂ കൺക്ലൂഡിംഗ് ഒക്കെ കഴിയാറായപ്പോഴാണ് വന്നത്, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്ത് 95 കൂടെ, കഴിഞ്ഞ ആഴ്ച 95 കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോ നല്ല റിസൾട്ടാന്ന് പറഞ്ഞു. ഇനി ഒരുപാട് റിസൾട്ടുകൾ, അവർക്ക് രോഗങ്ങൾ മാറാനുണ്ട്, അതിനൊക്കെ എല്ലാ പ്രൊഡക്റ്റും കഴിക്കും, തുടർന്ന് ഈ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല സ്മാർട്ട് ആയിട്ടുള്ള ലേഡിയാണ്. ഇനിയിപ്പോ ഓക്കെ, താങ്ക് യു ലീഡേഴ്സ്.
നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഒരു ആ ഒരു സന്തോഷമാണ് രാത്രി ഉറങ്ങാൻ കഴിയാത്ത ഒരു